വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ഉപ്പാന്റെ വഞ്ചിക്കറി ഉണ്ടാക്കാൻ പോകണം ഉപ്പ. അപ്പൊ അതിന് വേണ്ടിട്ട് ഉപ്പ ഇവിടെ കുറെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഗ്രീഡിയൻസ് ഒക്കെ നേരാക്കി വെക്കാണ്. ഇത് ക്യാരറ്റ് ഉണ്ട്. ഇത് എത്ര ക്യാരറ്റ് ഉണ്ട് ഉപ്പ? രണ്ട് ക്യാരറ്റ്. പിന്നെ എത്ര മുളക്? 5 പച്ചമുളക്, 3 തക്കാളി, പിന്നെ ഇത് 1 കിലോ ഏത് അയക്കൂറ. പിന്നെ നമ്മള് മുളക് പൊടി ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. മുളക് പൊടി ഉണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്, മല്ലിപ്പൊടി ഉണ്ട്, ജീരകമാണ്, ചെറിയ ജീരകം, ഉലുവ. ഇതൊരു 2 സ്പൂണിന്റെ അടുത്തൊക്കെ വരുമോ? ഇതില്ല, 1.5 സ്പൂൺ. 1.5 സ്പൂൺ. അതും ഒരു 1.5 സ്പൂണേ ഉള്ളത്. 1 സ്പൂണേ ഉള്ളൂ ജീരകം. പിന്നെ ഒരു 20 ഗ്രാമോളം ഇഞ്ചിയും ചെറുതാക്കി നുറുക്കുക. ഒരു 25-30 ഗ്രാം വെളുത്തുള്ളി ചെറുതാക്കി നുറുക്കുക. ഒരു 2 വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് സ്ക്വയറിൽ കട്ട് ചെയ്യാം. ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും. നമുക്ക് ഉണ്ടാക്കാം. ചട്ടി ചൂടായി, ഇനി വെളിച്ചെണ്ണ ചൂടുക്കുക അല്ലേ? 3 സ്പൂണാണ് ഒഴിക്കുന്നത്. 4 ഒഴിക്കുന്നുണ്ട്. അത്യാവശ്യം ഉലുവയെല്ലാം ഒന്ന് ഒഴിക്കാനുള്ള. ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാണ്. ഇനി ഇത് നല്ല ഉലുവ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് വലിയ ജീരകം ഇടും അല്ലേ? അതുവരെ നല്ല മൂപ്പിച്ചു കൊടുക്കാണ്. ഉലുവ മൂത്തോട്ടോ. അപ്പൊ ഇനി അതിലേക്ക് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ജീരകം ഇങ്ങനെ പൊട്ടണം. ഇപ്പാണ് അതിന്റെ ഒരു കറക്റ്റ് ആവുക അല്ലേ? ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ചേർക്കാൻ വേണ്ടി പോ. ഇനി അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഉള്ളിയും ഇഞ്ചിയൊക്കെ മൂത്ത് വന്നതിലേക്ക് പച്ചമുളക് കൂടി ചേർക്കാം. ചെറിയ ഉള്ളി ലാസ്റ്റ് ആണ് ഇടുക അല്ലേ? ലാസ്റ്റ്. ഹായ് ഗായ്സ്, ഇവിടെ ഉപ്പച്ചീന്റെ സ്പെഷ്യൽ എന്തോ സാധനം ഉണ്ടാക്കാൻ പോണേ. എന്തോ മീൻകറി, വഞ്ചിക്കറി അല്ലേ? മഞ്ചിക്കറി. സ്മെല്ല് പോയി വരുന്നുണ്ട്. ആ പച്ചമണക്കൊന്ന് മാറിയിട്ടുണ്ട്. അതിലേക്കാണ് നമുക്ക് വെല്ലുള്ളി ഇടുന്നത്. നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വെല്ലുള്ളി കട്ട് ചെയ്യുമ്പോൾ വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണം. എന്നാലാണ് വേഗം വാടി കിട്ടുക അല്ലേ? സാധാരണ മീൻകറിക്ക് പക്ഷെ നീളത്തിലാണ് ഇത് നമ്മൾ ഇങ്ങനെയാണ് ചെറുതായിട്ട്. ചെറിയുള്ളി ഇട്ട് കൊടുത്തു അല്ലേ? ചെറിയുള്ളി ഉണ്ട്. അവ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മള് ചെറിയുള്ളിയും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ. ചെറിയുള്ളിയും വലിയുള്ളിയും കൂടെ നമ്മള് ഇഞ്ചിയും ഇതൊക്കെ മൂത്ത് വന്നതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഉപ്പിടാൻ വേണ്ടി പോവാം അല്ലെ? പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടാ ഒന്നുകൂടെ ഉള്ളി വാടാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും. മഞ്ഞപ്പൊടിയാണ് കൊടുക്കുന്നത്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു അര സ്പൂണ്. 1 കിലോ ഉണ്ടായതുകൊണ്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അല്ലേ? മിക്സ് ചെയ്യണം. ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം അല്ലേ? ഇതും ഒരു 2 ടീസ്പൂണാണ്. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. പച്ചമുളക് ഉണ്ടായതുകൊണ്ട് 2 ടീസ്പൂൺ മതി. ആവശ്യത്തിന് എരിവ് ഉണ്ടാവുമല്ലോ അല്ലേ? പിന്നെ നമ്മൾ എടുത്ത കുറച്ച് എരിവുള്ള മുളകാണ്. ഇഞ്ചി ഉണ്ട്. എല്ലാത്തിനും സ്പൈസസ് ഉണ്ടാവുന്നതുകൊണ്ട് ശേഷം
2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇടുകയാണ്. ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കണം അല്ലേ, ആ പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ട്. കുടംപുളിയാണ് ഒഴിക്കുന്നത്. ഇത് എത്ര കുടംപുളി ഇട്ടുണ്ടോ അപ്പൊ? ഇതിലൊരു ഇത് കുറച്ച് ചെറിയ പുളിയാണ്. ഇതിൽ 12 എണ്ണം ഉണ്ടാവും. 12 പുളിയാണ് കേട്ടോ. കുറച്ചു നേരം കുതിർത്ത് വെച്ചല്ലേ. ആ വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മളിതിൽ കുടംപുളിയും വെള്ളവും ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇനി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല തിളക്കണം അല്ലേ. അതിന് ശേഷമാണ് ബാക്കിയെല്ലാം ചേർക്കുക. കറി നല്ല തിളച്ചിട്ടുണ്ട് അല്ലേ. അതിലേക്ക് നമ്മൾ കുറച്ച് കഴുകി വെച്ച മീനിട്ട് കൊടുക്കണം. നല്ലൊരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ട്. ഇപ്പൊ എന്താ പറഞ്ഞ ഇതില് കറിയില് ഈ കറി ഇളക്ക് നമ്മൾ മറ്റുള്ള മത്സ്യക്കറി വെക്കുന്നതുകൊണ്ട് ഇളക്കുന്നത് മാതിരി ഇളക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് വയറ്റെടുക്കുന്ന മാതിരി ജസ്റ്റ് ഇങ്ങനെ ചട്ടീനെ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുള്ളൂ അല്ലേ. ഇതിൽ ചെറിയൊരു അപാകത നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. മീൻ അല്പം കൂടി കൂടുതലാ. ഈ പാത്രത്തിനനുസരിച്ച് ഒരല്പം കൂടുതലാണ്. പിന്നെ ഇപ്പൊ ഈ മീൻ കട്ട് ചെയ്യുന്ന രീതിയും എനിക്ക് സ്ക്വയർ മറ്റേ കുറച്ചും കൂടി അക്കൂറല്ലാകുമ്പോ എപ്പോഴും റൗണ്ടിൽ കട്ട് ചെയ്യലാണ് ഭംഗി. അതിന്റെ വൃത്തിയും പാത്രത്തിൽ കുടുങ്ങുകയും ചെയ്യാം. ഇത് നമ്മള് വാങ്ങിച്ചത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടായി പോയി. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിയാൽ കുറച്ചുകൂടെ കാണാൻ രസം ഉണ്ടാവും അല്ലേ. ഒരു തേങ്ങയുടെ ഒരു മുറി തേങ്ങ ഉണ്ടത്. ഒരു തേങ്ങയുടെ 2 പാല് അത് ഒഴിച്ചു കൊടുക്കണം. ഇപ്പം വേവ് കൂടുതലായതുകൊണ്ട് വേഗം തന്നെ കൊടുക്കേണ്ടതാണ്. 2 പാല് ഒഴിച്ച വടനെ ഇടും അല്ലേ. 2 പാല് കൊടുത്തു. അതിന് നമ്മൾ ക്യാരറ്റ് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മൂടി വെക്കുക. മൂടി വെച്ച് നന്നായി തിളക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ചെയ്യാം. മീൻ ഏകദേശം നല്ല തിളച്ച് വെന്തിട്ടുണ്ട് അല്ലേ. അതിലേക്ക് നമ്മളെ തക്കാളി കൊടുക്കാൻ പോവാണ്. തക്കാളി വളരെ നൈസായ റൗണ്ടിലാണ് മുറിക്കാറ്. അത് അതേമാതിരി തന്നെ മുകളിൽ നമ്മൾ ആ രൂപത്തിലാണ് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഈ തക്കാളി അധികം കുക്കാവണമെന്നില്ല അല്ലേ. ഒരു പച്ച അടിക്കുന്ന ചോ മാറിയാൽ മതി. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അല്ലേ. ആ രൂപത്തിൽ തന്നെ ഇട്ട് കൊടുക്കാണ്. നീളത്തോടെ തന്നെ കഴുകി വെച്ചതാണ്. നല്ല പൊറോട്ടന്റെ കൂടെയൊക്കെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും അല്ലേ. ഇത് കറി സാധാരണ കടിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ പോവുക. ചോറിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക കടികളൊക്കെ കൂട്ടി കഴിക്കുന്നത് അല്ലേ. നല്ല പത്തിരി അതുപോലെ പൊറോട്ട അങ്ങനത്തെ കടികളൊക്കെ കൂടെ കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ചെയ്യും. ഒന്നാം പാല് കൊടുക്കേണ്ട സമയമായി. നമ്മൾ 1 പാല് കൊടുക്കുകയാണ്. 1 പാല് കൂടെ ഒഴിക്കുക അല്ലേ. എല്ലാം വെന്ത് സെറ്റായ ശേഷം ലാസ്റ്റ് 1 പാല്. അത്യാവശ്യം ഗ്രേവി ഉള്ള കറിയാണല്ലേ. അത് ഒന്നുകൂടി കുറുകും, ടൈറ്റാവും. കറി തണുക്കുന്നതോടുകൂടി ഇപ്പൊ 1 പാലും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കറി ഒന്ന് തുള്ളി തുടങ്ങുമ്പോൾ ഓഫ് ചെയ്യണം. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഒന്ന് തുള്ളി തുടങ്ങുന്നതോട് കൂടിയിട്ട് അടച്ചു വെക്കണം. അല്ലാതെ ഇങ്ങനെ തിളപ്പിക്കരുത് അല്ലേ. പാലൊഴിച്ചുകൊണ്ട് തിളപ്പിക്കേണ്ട. ഒന്ന് തുള്ളി തുടങ്ങിയാൽ മതി. അത് അവസാനിപ്പിക്കണം. ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് തണുക്കുന്നതോടുകൂടി കറി സെറ്റ് ആവും അല്ലേ. തണുത്ത് കയ്യിലാണ് ഇതിന് ഈ കറിക്ക് ഏറ്റവും ഭംഗി, ടേസ്റ്റ് ഏറ്റവും കൂടുതൽ തണുത്തതിന് ശേഷം കഴിക്കണം. അപ്പോഴേക്കും ഇതിന്റെ ഒന്ന് കുറുകി സെറ്റ് ആയിട്ടുണ്ടാവും അല്ലേ. അപ്പം നമ്മളെ വഞ്ചിക്കറി സെറ്റ് ആയിട്ടുണ്ട്.